ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, യുകെയിലെ ഫിസിക്കൽ ID ആയിട്ടുള്ള BRP കാർഡ് ഈ ഒരു വർഷം കൂടെ ഉള്ളൂ. അതായത് ഈ 2024 ഡിസംബർ വരെ ഉള്ളൂ എന്നായിരുന്നു. പിന്നെ നമുക്ക് ഇ വിസയിലോട്ട് മാറ്റി. അത് പിന്നെ ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് മാർച്ച് വരെ ആക്കിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു ക്ലിയർ ആയിട്ടില്ല, ഇപ്പോഴും ഒരു വ്യക്തത വരാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം ഈ വിസയുടെ കാര്യം തന്നെയാണ്. 1 മില്യൺ ആളുകൾക്കിടയിൽ യുകെയിൽ താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനുമുള്ള അവകാശം തെളിയിക്കുന്നതിനായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ യാത്ര ഈ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകാനുള്ള യാത്ര ചെയ്യുന്നതും പിന്നെ മടങ്ങി വരുന്നതിനുമുള്ള ഈ വിസ ലഭിക്കുന്നതിന് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ഇനി ഒരാഴ്ചയായിട്ടും ഇതുവരെ രേഖപ്പെടുത്താത്തവർ ഏറെ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. മുൻപത്തെ സർക്കാർ ആരംഭിച്ച ഈ വിസ പ്രോഗ്രാം യുകെയിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാരല്ലാത്തവർക്കോ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഇല്ലാത്തവർക്കോ അവകാശം തെളിയിക്കാനുള്ളൊരു ഡിജിറ്റൽ സംവിധാനമാണ്. നമ്മുടെ BRP തന്നെയാണ്. ഇതുവരെ ഏകദേശം 31 ലക്ഷം പേര് മാത്രമാണ് ഇത് പൂർത്തിയാക്കിയിട്ടുള്ളത്, ഈ വിസയിലേക്ക് മാറിയിട്ടുള്ളത്. ഈ വിസ പോളിസി നടപ്പാക്കുന്നതിനിടെ സർക്കാർ പലതരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് തെറ്റായി അവസാനിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ഈ വിസ ഉപയോഗിച്ച് വേറൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയും പിന്നീട് യുകെയിലേക്ക് മടങ്ങാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇത് പ്രവർത്തിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഈ മാസം അവസാനത്തോടെ ഈ വിസ പ്രാബല്യത്തിൽ വരുന്നതാണെങ്കിലും ഫിസിക്കൽ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് മാർച്ച് വരെ ഒരു ഗ്രേസ് പീരീഡ് അവർ നീട്ടി നൽകിയിട്ടുണ്ട്. ഇപ്പം ഈ വിസ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു റെസൊല്യൂഷൻ സെൻറ്ററും ഹോം ഓഫീസ് ഒരു വിസ എറർ യൂണിറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും കുറേ ഈ വിസയിലോട്ട് മാറിയ കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങളും സോർട്ട് ഔട്ട് ആയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ വിസ നേടിയിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് തെളിയിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഏത് പോസ്റ്റിലാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്ന് ഒരു സ്റ്റാറ്റസ് തെളിയിക്കാൻ കഴിയാത്ത നിരവധി ആളുകൾ തെറ്റായി ജോലിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയും വൈകല്യ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയും പിന്നെ അതുപോലെ അനിവാര്യമായ കുറേ സേവനങ്ങൾ ലഭ്യമാകാതെ പോവുകയും ചെയ്യുന്ന സംശയമില്ല. ചിലർക്കായി ഇതിൻ്റെ ഫലങ്ങളൊക്കെ ഗുരുതരമായിരിക്കും. പക്ഷേ പ്രധാന വരുമാനം നഷ്ടം അനുഭവിക്കേണ്ടി വരികയും കുടുംബങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് തള്ളിക്കൊണ്ടു പോവുകയും ചെയ്യപ്പെടുന്നതാണ്. ഹോം ഓഫീസ് വക്താവ് പറയുന്നത്, വിശാലമായ ആനുകൂല്യങ്ങൾ കാരണം ഞങ്ങൾ ഈ വിസയിലേക്ക് മാറുകയാണ്. അത് നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചതിക്കപ്പെടുകയോ ചെയ്യില്ല. കൂടാതെ വിസ ഉടമകൾക്ക് അവരുടെ ഇമിഗ്രേഷൻ അവകാശങ്ങൾ ഉടനെ സുരക്ഷിതമായി തെളിയിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 31 ഡിസംബർക്ക് ശേഷം കാലഹരണപ്പെട്ട BRP ഉപയോഗിച്ച് UK വിസകൾ ഇമിഗ്രേഷൻ അക്കൗണ്ട് സൃഷ്ടിക്കാൻ സാധിക്കും എളുപ്പത്തിൽ. അതോടൊപ്പം ഈ വിസ ആക്സസ് ചെയ്യാനും അതുപോലെ റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു റെൻ്റ് ഒക്കെ തെളിയിക്കാൻ ഓൺലൈൻ ടൂൾസുകൾ ഉപയോഗിക്കാനും കഴിയും. BRP ഉടമകൾക്ക് എപ്പോഴും പിന്തുണയും മാർഗനിർദ്ദേശവും ലഭ്യമാക്കി കൊടുക്കും. അത് 31 ഡിസംബർക്ക് ശേഷവും തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ ആരെങ്കിലും ഈ ഒരു എക്സ്റ്റൻഷൻ കിട്ടിയ ആ ഒരു ടൈമിൽ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും നമുക്ക് ഈ ഒരു ഓൺലൈൻ ടൂൾസുകൾ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.